119 സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. അതിൻ്റെ 100ാമത്തെ വാക്യം ഒരുമിച്ച് ചേർന്ന് നമുക്കൊന്ന് വായിക്കാം. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകം. നിനക്ക് വിവേകം കുറവാണെങ്കിൽ, ബുദ്ധി കുറവാണെങ്കിൽ, ജ്ഞാനം കുറവാണെങ്കിൽ, കഴിവ് കുറവാണെങ്കിൽ, നീ ഔദാര്യമായി നൽകുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുകയും അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അവിടെ വയോധികനായിരിക്കുന്ന നിന്നേക്കാൾ ബുദ്ധിയുള്ള, നിന്നേക്കാൾ ജ്ഞാനമുള്ള, വിവേകമുള്ള, കഴിവുള്ള നീ കരുതുന്ന ആ വ്യക്തികാലം നന്നാൽ ഭംഗിയായിട്ട് ചെയ്യുവാൻ കഴിയുന്ന, പ്രാപ്തനാക്കുന്ന ഒരു കർത്താവിനെയാണ് നീ ആരാധിക്കുന്നത്, നീ സേവിക്കുന്നത്. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുക. എന്നെ ചിന്തിപ്പിച്ചത് യഹോവയുടെ പ്രമാണങ്ങളെ അനുസരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ലാതെ പോകുന്നതും അതൊക്കെ തന്നെയാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ അത്ര വലിയ മെനക്കടാറ് ഇല്ല. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കോട്ടി ഇത് പറയാൻ നമുക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനുള്ളതാണ്, കേട്ടേച്ച് പോകാനുള്ളതല്ല, കണ്ടേച്ച് പോകാനുള്ളതല്ല, വായിച്ചിട്ട് വിടാനുള്ളതല്ല. അത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനുള്ളതാണ്. ദൈവവചനത്തോട് അനുസരണ മനോഭാവം കാണിക്കുമ്പോൾ നിന്നെ ദൈവം മറന്നും പോകത്തില്ല. കാരണം ദൈവത്തിൻ്റെ വായിൽ നിന്ന് ശ്വാസമായി നമ്മളിലേക്ക് വന്നതാ ഈ ദൈവത്തിൻ്റെ വചനം. ഒരു ചോദ്യം, ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനോട് ഒരു കാര്യം പറയുന്നു. സനല്ലേ, നിൻ്റെ കുഞ്ഞിനോട് നീ ഒരു കാര്യം പറഞ്ഞു, ആ കുഞ്ഞ് അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? വന്നിരിക്കും ഉറപ്പായിട്ടും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടും പോരാ, എഴുതി നിൻ്റെ കരങ്ങളിൽ തന്ന കർത്താവിൻ്റെ വചനം നീ അനുസരിക്കുന്ന നിൻ്റെ കർത്താവ് വെറുതെ ഇരിക്കുന്നാണോ വിചാരിക്കുന്നത്? അപ്പൻ സ്നേഹിക്കുന്നവനാ, അപ്പൻ ലാളിക്കുന്നവനാ, അപ്പൻ കരുതുന്നവനാ. അപ്പോൾ തന്നെ കുരുത്തക്കേട് കാണിച്ചാൽ തല്ലുന്നവനും കൂടിയാണ്. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും പേടിയില്ല, പക്ഷെ പിശാചിന് നല്ല പേടിയാണ്. ദൈവഭയത്തിലാണ് നാം നിൽക്കേണ്ടത്. പിശാചിനെ ഭയക്കാണ്ടല്ല, അവന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവൻ്റെ സർവ്വ ആയുധവർഗം കാൽവറിയിൽ അവൻ വെപ്പിച്ചതാ. അവൻ ജയാളി ആയതാ, പിശാചിനെ ജയിച്ചവനാ. അങ്ങനെയെങ്കിൽ ആ ജയിച്ചവനെ നാം ആരാധിക്കുന്ന, നമ്മോട് കൂടെയുള്ളത് തോറ്റു തുന്നം പാടിയ ഒരു രാജാവല്ല, നമ്മോട് കൂടെയുള്ളത് ജയാളിയായവനാ. അവൻ പാതാളത്തെ ജയിച്ചവനാ, അവൻ മരണത്തെ ജയിച്ചവനാ. ജയാളിയായ അപ്പൻ്റെ മകനാണെങ്കിൽ നീയും ജയിക്കുന്നവനായി മാറട്ടെ. ലോകത്തും നിന്നെ നോക്കി പേടിപ്പിക്കുന്ന പലതും നിന്റെ മുമ്പിലോട്ട് കണ്ടേക്കാം. രോഗം നിന്നെ നോക്കി പലതും പേടിപ്പിച്ചേക്കാം. എന്നാൽ ആത്മനിറവ് പ്രാപിച്ച നീ പറയണം, യഹോവയുടെ ന്യായപ്രമാണം അവൻ എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് അനുസരിക്കുന്നത് കൊണ്ട്, അവൻ എന്നോട് കൂടെയുള്ളതുകൊണ്ട് ഞാൻ വിവേകമുള്ളവനാ, ഞാൻ കഴിവുള്ളവനാ, ഞാൻ ജ്ഞാനമുള്ളവനാ, ഞാൻ ധൈര്യമുള്ളവനാ. അതുകൊണ്ട് തന്നെ ഞാൻ ജയിക്കുന്നവനായി മാറും. എവിടെയെങ്കിലൊക്കെ പരാജയ ഭീതി നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മനിറവിൽ നീ വിളിച്ചു പറയണം, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുള്ളതുകൊണ്ട്, അവന്റെ വചനം എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നുണ്ട്, ഞാൻ ഏകാനല്ല, അവന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ടെന്ന്. ന്യായപ്രമാണം, ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം? ഒന്നാമതായിട്ട് വചനത്തോട് ഒരു സത്യസന്ധത ഉണ്ടായിരിക്കുക. യഹോവയുടെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മോശയുടെ കയ്യാൽ ദൈവം കൊടുത്തയക്കപ്പെട്ട ചില പ്രമാണങ്ങളുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ മാത്രം സേവിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ കഴിഞ്ഞ നാളുകളിൽ? നിന്റെ ദൈവമായ യഹോവയെ മാത്രം, ദൈവത്തെക്കാൾ കൂടുതൽ അധികമായി ഏതിനെയെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ദിവസം ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റുള്ള ഏതിനെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെക്കാളും ദൈവവചനത്തെക്കാളും കൂടുതൽ വേറെ ഏതിനെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് വിഗ്രഹാരാധനയാണ്. ഒരു ദിവസത്തിനകത്ത് ഇതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തേക്കാൾ കൂടുതൽ വേറെ എന്തിനെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും വിഗ്രഹാരാധന എന്ന് തന്നെയാച്ചാ. എന്തിനേക്കാളും കൂടുതൽ ദൈവത്തെയും അവൻ്റെ വചനത്തെയും നീ സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ
നിനക്കൊരു നന്മയ്ക്ക് മുട്ടുവരത്തില്ല. അത് ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ, ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഏതിനും മുമ്പിൽ പ്രാധാന്യം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന ഏത് പ്രശ്നമായിക്കോട്ടെ, നിൻ്റെ അപ്പൻ അവിടെ ഇറങ്ങി വന്നിരിക്കും. നിശ്ചയമായിട്ടും ഒരു പക്ഷെ നിനക്ക് ഭൂമിയിൽ ഒരു മനുഷ്യനും ചെയ്തു തരാൻ കഴിയത്തില്ലെന്ന് ലോകം പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്തേക്ക് ഇറങ്ങി വന്ന് വിടുതൽ തരുവാൻ ഒരു വിശ്വസ്തന ഒരു അപ്പൻ്റെ കാര്യം നിന്നോട് കൂടെയുള്ളത് ഈ വചനത്തിലൂടെ നീ കാണും. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, അവന് വേണ്ടിയ ഭക്ത ഇറങ്ങി കർത്താവിൻ്റെ കരം ചലിക്കുന്നത്. യഹോവയുടെ പ്രമാണങ്ങളെ അനുസരിക്കുന്ന നിനക്ക് വേണ്ടിയ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്ന, അതിനോട് പ്രതികരിക്കുന്ന നിനക്ക് വേണ്ടിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. അവിടെ നോക്കിക്കേ, 97 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, നിൻ്റെ ന്യായപ്രമാണം എനിക്കെത്ര പ്രിയം, നിൻ്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അപ്പോൾ 100-ാം സങ്കീർത്തനം 100-ാമത്തെ വാക്യം, നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതിനാൽ നിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന്. 104-ാമത്തെ വാക്യം, തിരുവചനം അല്ല 103-ാമത്തെ വാക്യം, തിരുവചനം എൻ്റെ അണ്ണാക്കിന് നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നതുകൊണ്ട് നിൻ്റെ ന്യായപ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവൻ. നോക്കിക്കേ, ഒരു എല്ലാ വാക്യത്തിലും ഒന്നിനോട് കണക്ട് ചെയ്യത്തക്ക നിലവാരത്തിൽ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന, നിൻ്റെ വചനം, നിൻ്റെ പ്രമാണം എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് വച്ചാ. നിന്റെ ജീവിതത്തിനൊക്കെ വാട്സപ്പ് അല്ല പ്രാധാന്യം, നിന്റെ ജീവിതത്തിനകത്ത് ഫേസ്ബുക്ക് അല്ല പ്രാധാന്യം, നിന്റെ ജീവിതത്തിനകത്ത് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവഭക്ത നിനക്ക് പ്രാധാന്യമുള്ളത് ഈ ലോകത്തിലെ ഒന്നുമല്ല, ദൈവത്തിന്റെ വചനമാ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യപ്പെടുന്നതായി മാറട്ടെ. ഇന്ന് പകലിൽ ചില ജീവിതങ്ങൾക്കകത്തേക്ക്, ദൈവസഭയ്ക്കകത്ത് ജീവനുള്ള വചനമായി ചിലത് മാറ്റപ്പെടട്ടെ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിന്നെ മാറ്റിമറിക്കുന്നതായി മാറട്ടെ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം? ഒന്ന്, ദൈവത്തിൻ്റെ വചനം സത്യമുള്ളതാണ്, അത് നീതിയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന നിൻ്റെ അകത്തും സത്യവും നീതിയും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തോട് നീ ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഇത് ദയയും നീതിയും സത്യവും ഉള്ളതാണെങ്കിൽ, ആ വചനം നിന്നോട് ചേരുമ്പോൾ നീയും സത്യവും ദയയും നീതിയുള്ളവനായി മാറും. ഒരു ഉദാഹരണം പറയാം. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് അമ്മ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കും. ആ കുഞ്ഞ് 6 മാസം അല്ലെങ്കിൽ 1 വർഷം, 2 വർഷം, 3 വർഷം കഴിയുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുമോ? ഇല്ല. എന്തേ മാറ്റം കൊടുക്കുന്നത്? ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകരം ആ ബ്രസ്റ്റ് ഫീഡിൽ നിന്നും മാത്രം ഉണ്ടാകത്തില്ല. അതിൻ്റെ വളർച്ചയ്ക്ക് ചോറ് കൊടുക്കും, അല്ലെങ്കിൽ അതാത് കാലഘട്ടങ്ങളിൽ ഏത് ഫുഡാണോ കൊടുക്കുന്നത് അത് കൊടുക്കുമെങ്കിൽ, നിൻ്റെ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിലും ഈ ഫുഡ് നീ ഭക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, നിൻ്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന അകത്തെ മനുഷ്യനെ പുഷ്ടി പ്രാപിക്കുവാൻ ഈ വചനം നീ പാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇതിനകത്ത് കിടക്കുന്ന നീതിയും സത്യവും ദയയും നിന്നോട് കൂടെ പിന്തുടർന്നു വന്നിരിക്കും. കാരണം വാഗ്ദത്തം പറഞ്ഞ കർത്താവ് പകുതി വഴിക്ക് വെച്ച് ഇട്ടേച്ച് പോകുന്നവനല്ല, അത് നിന്നോട് കൂടെ വരുമെന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കുക തന്നെ ചെയ്യും. അടുത്ത ഭാഗം പറയുന്നു, ഈ വചനം പ്രാർത്ഥനയും ധ്യാനവും ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. യേശുവിന് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ, യേശുവിന് വചനധ്യാനം ആവശ്യമായിരുന്നെങ്കിൽ, ഈ ലോകത്തിൻ്റെ കുത്തൊഴുക്കിനകത്ത് നിൽക്കുന്ന, ഈ അന്ത്യകാലത്തിനകത്ത് നിൽക്കുന്ന എനിക്കും പ്രാർത്ഥനയും വചനധ്യാനവും ഏറ്റവും അത്യാവശ്യമാണ്. യേശു ജയിച്ചത് ഏതെങ്കിലും ഫിലോസഫി പറഞ്ഞല്ല സാത്താനെ ജയിച്ചത്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടായിരുന്നു ജയിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും യേശുവിനെ പിശാച് പരീക്ഷിച്ചത് ഉപവാസം തുടങ്ങിയപ്പോഴാണ്.
യേശുവിനെ പിശാച് പരീക്ഷിക്കാൻ വന്നത് ആത്മശക്തിയിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തയ്യാറാവുക. 2, ദൈവത്തിൻ്റെ വചനം നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടായിരിക്കും. എവിടെയെങ്കിലൊക്കെ അസമാധാനമുണ്ട്, ശൂന്യതയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ചെന്നേച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ വചനം അങ്ങോട്ട് വായിക്കണം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നയിക്കുന്നു. ഇന്ന് പകലിൽ എവിടെയൊക്കെ സ്വസ്ഥതയും സമാധാനവും അശാന്തിയുമാണെന്ന് തോന്നുന്നോ, ഇന്ന് പകലിൽ കുടുംബത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിനകത്തൂടെ ഞെരങ്ങി പോയിക്കൊണ്ടിരിക്കുന്നോ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ കുടുംബം ഒരുമിച്ച് ചേർന്ന്, ചില കുടുംബങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പ്രത്യേകം ഉപവാസത്തോടെ ആയിരിക്കുക. ചില കുടുംബങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ചിലരോട്. ഇന്ന് പകലിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ കുടുംബത്തിനകത്ത് അസമാധാനത്തെ എടുത്ത് കളഞ്ഞിട്ട്, അശാന്തി എടുത്ത് കളഞ്ഞിട്ട് അവിടെ ശാന്തത വരുത്തുന്ന ഒരു കർത്താവിൻ്റെ കരം കൂടെയുണ്ട്. അശാന്തി ഉള്ളവിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കൂടുതൽ താല്പര്യം. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ഒന്ന് വിട്ടുകൊടുത്തേച്ചാൽ മതി. നിൻ്റെ പ്രവൃത്തി അവിടെ മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങിക്കൊടുത്തേച്ചാൽ മതി. അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നിരിക്കും. പടകിനകത്ത് കാറ്റും കോളും ഇറങ്ങി അവിടെ മുങ്ങിച്ചാകുമെന്ന് ശിഷ്യന്മാർ വിധി എഴുതുമ്പോൾ ആ തലയ്ക്കൽ ഉറങ്ങുന്ന ഒരു കർത്താവാ. അങ്ങനെയെങ്കിൽ ആ തലയ്ക്കൽ ഉറങ്ങുന്ന കർത്താവ് ഉണ്ടെങ്കിൽ നീ എന്ത് വിചാരിച്ചാലും ശരി, അത് മുങ്ങത്താഴത്തില്ല. കാരണം നാഥനായവൻ അതിൻ്റെ അമരത്തുണ്ട്. അവൻ ഉറങ്ങിയാലും നിന്നെ കാക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നീ അതിനകത്ത് മുങ്ങി താണു പോകത്തില്ല. കാരണം നീ വചനമനുസരിക്കുന്നവനാ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന നിന്നെ അവൻ പകുതി വഴിക്ക് വെച്ചിട്ടേച്ചു പോകുമോ? ഇല്ല. ദാനിയേലേ, രേഖ പ്രതികൂലമായിരിക്കുകയല്ലേ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ആരാധനയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് ജോലി തിരക്കുകളില്ലേ? രാജ്യത്തിലെ പ്രമുഖനല്ലേ? രാജാവിൻ്റെ തീരുമാനങ്ങൾക്ക് സൈൻ ചെയ്ത് വിടുന്നവനല്ലേ നീ? എന്നിട്ടും നിനക്കെങ്ങനെ 3 നേരം പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നു? ദാനിയേൽ 3 നേരം യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. രേഖ പ്രതികൂലമാ. എന്നിട്ടും പ്രാർത്ഥിക്കാൻ അവൻ്റെ അകത്തളങ്ങളിൽ ഒരു പ്രേരണ വന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അകത്തളങ്ങളിൽ ആ നിയമത്തെ പേടിക്കാതെ, ഒരു കൂസലും കൂടാതെ ആ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നുവച്ചാ? ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വന്നിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന നിന്നെ UK കൊണ്ടുവന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ ചില പദ്ധതികളല്ലേ? ഉണ്ടോ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, UK എന്നെ എന്തിനാ കൊണ്ടുവന്നത്? NHS ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ കെയർ ഹോമിൽ ജോലി ചെയ്യാൻ. ഞാനൊരു ഇലക്ട്രിക്കൽ എൻജിനീയർ ആയിരുന്നു, എന്നാൽ പിന്നെ അത് കിട്ടിയില്ല, എന്നാൽ പിന്നെ മുള്ളറിൽ പോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പം പറ്റുന്ന പോലെ ഏതെങ്കിലും ജോലിക്ക് പോകാം, കുഞ്ഞുങ്ങളെ നോക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതുകൊണ്ട് പറ്റുന്നൊരു പരിപാടിക്ക് പോകാം. ഇതുമായി മാത്രമല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങളും പ്ലാനുകളും ഉണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം 1, ദൈവത്തിൻ്റെ വചനം ഈ ദേശത്ത് ആ പ്രവൃത്തി ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നിന്നെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത്. മത്തായി 28:19-20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി നീ പ്രയോജനപ്പെടാനാണ് നിന്നെ UK കർത്താവ് കൊണ്ടുവന്നിട്ടുള്ളത്. നീ ശിഷ്യനായാൽ മറ്റുള്ളവരെയും കൂടെ ശിഷ്യരാക്കാൻ വേണ്ടിയാ, ദൈവത്തിൻ്റെ രാജ്യം വിസ്തൃതമാക്കാൻ വേണ്ടിയാ UK നിന്നെ കൊണ്ടുവന്നത്. കേവലം ജോലി ചെയ്ത് പൗണ്ട് ഉണ്ടാക്കി 100 പൗണ്ട് ഓരോ മാസം വെച്ച് ബാങ്കിൻ്റെ അക്കൗണ്ടിനകത്ത് കൂട്ടി വെച്ച്, ഈ മാസം എനിക്ക് 150 വെക്കാൻ പറ്റി, അടുത്ത മാസം എനിക്ക് 250 എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒപ്പിക്കണമെന്ന് വിചാരിക്കാനല്ല നിന്നെ കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ രാജ്യം, ഈ രാജ്യത്ത് നിന്നെ വിസ്തൃതമാക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് പാസ്റ്റർ 250 പോയിട്ട് 50 പെൻസ് പോലും സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിലും അത് സാരമില്ല. നിന്നെ ശിഷ്യനാക്കാനാ വിളിച്ചതെങ്കിൽ നീ ശിഷ്യനെ പ്രവൃത്തി ചെയ്തെടുക്കുക.
നിന്നെ UK കൊണ്ടുവന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ശിഷ്യനാകുക, മറ്റുള്ളവരെ ശിഷ്യരാക്കുക, ദൈവത്തിൻ്റെ വചനം വിതയ്ക്കുക. 2, ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താൻ. പാസ്റ്ററെ, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ നിലനിർത്താൻ? ഭാര്യ പോകുമ്പോൾ ഭർത്താവ് പോകും, പിന്നെ മക്കൾ പ്രായപൂർത്തിയായ പിള്ളേരായതുകൊണ്ട് അവരെ വീട്ടിലിരുത്തിച്ച് ഞങ്ങൾ വഴിയിൽ വെച്ചാൽ ഇപ്പോൾ കാണുന്നത്, വഴിയിൽ വെച്ച് കണ്ടേച്ച് അവളെ ഞാൻ, ഭാര്യയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടും, തിരിച്ചു വരും. ആ രീതിയിലിപ്പോൾ പോകുന്ന പാസ്റ്ററെ. ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, നിങ്ങൾ വഴിയിൽ വെച്ച് ഭാര്യയെ കണ്ടാലും ഇല്ലെങ്കിലും ശരി, ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തേണ്ടത് നിൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ്. രക്ഷ ഇൻഡിവിജ്വൽ ആണെങ്കിൽ, സ്നാനം ഇൻഡിവിജ്വൽ ആണെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ വചനധ്യാനവും ഇൻഡിവിജ്വലാണ്. ഭാര്യ പ്രാർത്ഥിച്ചില്ല. ചിലരുടെ ഒരു ന്യായം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അച്ചായം വരത്തില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ഭാര്യ വരത്തില്ല, പിള്ളേർ വരത്തില്ല. ഇതിലങ്ങളെല്ലാം കൂട്ടി വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും സമയവും പോകും. പിന്നെ അവരവർ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങും. ആയിക്കോട്ടെ വെച്ചാൽ നിങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ ഫൈൻ, പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ പ്രയറെങ്കിലും നടന്നിരിക്കണം. ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് നിന്നെ ഈ രാജ്യത്തേക്ക് കർത്താവ് കൊണ്ടുവന്നിട്ടുള്ളത്. 3 ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് ഈ കൺട്രിയുടെ അവസ്ഥ കണ്ട് ദൈവസന്നിധിയിൽ നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നശിച്ചു കിടക്കുന്ന യെരൂശലേമിനെ നോക്കിയിട്ട് സേഫ് സോണിൽ കിടക്കുന്ന നെഹമ്യാവിന് കരയേണ്ട യാതൊരു ആവശ്യമില്ല സാമേ. നെഹമ്യാവ് ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അന്യരാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ രാജകൊട്ടാരത്തിനകത്ത് രാജാവിന് വീഞ്ഞു പകരുന്ന ഏറ്റവും മാന്യമേറിയ ശ്രേഷ്ഠതയുള്ള ജോലി ചെയ്യുന്ന നെഹമ്യാവിന് ഒരിക്കൽ പോലും തകർന്നു കിടക്കുന്ന, പൊളിഞ്ഞു കിടക്കുന്ന യെരൂശലേമിൻ്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നത് കണ്ടിട്ട് അവിടെ ഒരിക്കലും അവൻ കരയേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ആത്മഭാരമുള്ള നെഹമ്യാവിന് ഒന്നറിയാം, എന്നെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ദൈവിക പദ്ധതിയാണ്. അത് എന്നിലൂടെ നടക്കണമെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നീ സേഫ് സോണിലാണെന്ന് നിനക്ക് തോന്നിയാലും നിൻ്റെ കൂടെ ഇളക്കുന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പേ ദൈവസന്നിധി രാജ്യത്തെ നോക്കി, ദേശത്തെ നോക്കി, കുടുംബത്തെ നോക്കി, സഭയെ നോക്കി, ദൈവസന്നിധി നെടുമ്പാട വീണ ഹൃദയ നുറുക്കത്തോടെ കരയാൻ തയ്യാറുള്ള ഭക്ത നിന്നോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു. രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അതീതമായിട്ട്, ദേശാധിപതി ശക്തികളുടെ ഇളക്കത്തിന് പ്രതിരോധമായിട്ട് ദൈവത്തിന്റെ ഒരു കാറ്റ് ഈ ദേശത്ത് മുഴങ്ങണമെങ്കിൽ നെഹമ്യാവേ, നീ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നിൽക്ക്. നിനക്ക് വേണ്ട ദൈവപ്രവൃത്തികൾ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നെഹമ്യാവിന് ഒരിക്കൽ പോലും ആ രാജ്യത്ത് നിന്ന് ഇസ്രായേലിൽ വന്ന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ നെഹമ്യാവ് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, നെഹമ്യാവ് ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറായപ്പോൾ, രാജാവിന്റെ മുദ്രമോതിരമിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് പോയി പണിയാൻ പറയത്തക്ക നിലവാരത്തിൽ രാജ്യത്തിന്റെ രാജാവ് അവന് വേണ്ടി സൈൻ ചെയ്തു കൊടുത്തെങ്കിൽ, ആത്മനിറവ് പ്രാപിച്ച നീ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാണെങ്കിൽ, ഒരു പക്ഷേ രേഖ പ്രതികൂലമായിക്കോട്ടെ, ആരൊക്കെ നിന്നെ നോക്കി ാക്കിക്കോട്ടെ, കുറുക്കൻ കേറിയാൽ മറിഞ്ഞു വീഴും നിന്റെ വിശ്വാസം എന്ന് ആരൊക്കെ നിന്നെ നോക്കി പറഞ്ഞാലോ, ആത്മാവുള്ള നീ വിളിച്ചു പറയണോ, ഈ ആത്മാ തീക്കകത്തേക്ക് ഞാൻ ഇറങ്ങി നിൽക്കുമ്പോ പണിയേണ്ടവൻ അവിടെ പണി തുടങ്ങും, പ്രവർത്തിക്കേണ്ടവൻ അവിടെ പ്രവർത്തിച്ചുവല്ലോ. പക്ഷെ ഞാൻ കരയേണ്ട ഇടത്ത് കരയുമ്പോ ദൈവം എനിക്ക് വേണ്ടി സ്വർഗം ചെന്ന് ചിലത് രേഖകളിൽ അവൻ ഒപ്പിടുമെന്ന്. അന്യരാജ്യത്ത് കിടക്കുന്ന മരം മുറിക്കാനായിട്ട് ഒരു രാജാവ് മറ്റൊരു രാജ്യത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കത്തില്ല. പക്ഷേ ഒരു രാജാവ് അന്യൊരു പട്ടണത്തിനകത്ത് ആലയം പണിയാൻ, ആ പട്ടണം വീണ്ടെടുക്കാനായിട്ട് ഇവിടുന്ന് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഉദാഹരണം മനസ്സിലാക്കാൻ പറയുകയാണ്.
മഹാരാജ്യം പണിതെടുക്കാൻ വേണ്ടി ഒരിക്കലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് സൈൻ ചെയ്ത് കൂടെ ആയിക്കോട്ടെ ഇവിടുത്തെ എല്ലാ മൂല്യങ്ങളും എടുത്ത് ഇന്ത്യ പണിതെടുക്കുക അല്ലെങ്കിൽ കേരളം പണിതെടുക്കുമെന്നും പറഞ്ഞ് ഓരോ രാജ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുമോ? പറ. ഇല്ല. നോക്കിക്കേ, രാജാവ് ഇപ്പോൾ ഒപ്പിട്ട് കൊടുക്കുക. അവിടെ ചെന്ന് പണിയണം. നിനക്കുള്ള മരം എന്താ വേണ്ടേ അത് മുഴുവൻ നിനക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. നീ ചെന്ന് പണിയ്. പ്രഭുക്കന്മാരുടെ ഹൃദയത്തെ അവൻ അലിയിപ്പിക്കുന്നൊരു കർത്താവാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ച നീ വിളിച്ചു പറയണം, ഞാൻ എൻ്റെ ദേശത്ത് വിശ്വസ്തനായി ഈ വചനത്തോട് പ്രമാണിക്കാൻ തയ്യാറാണെങ്കിൽ, ദയയും സത്യവും എന്നോട് കൂടെ ഉള്ളപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ദേശത്ത് എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവം എന്നെ കൊണ്ട് ചിലത് പണിതെടുക്കാൻ വേണ്ടിയാ. ഈ രാജ്യത്തിൻ്റെ മൂല്യച്യുതികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നീ പ്രാർത്ഥിക്കുവാൻ, ദേശം ചുറ്റി പ്രാർത്ഥിക്കാൻ, ദേശത്ത് നെടുകയും കുറുകയും നടന്ന് പ്രാർത്ഥിക്കാൻ, ദൈവവചനം ഉരുവിടാൻ, ആത്മാവിൽ ആരാധിപ്പാൻ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. നമ്മുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. കാലം മാറി പാസ്റ്ററെ, കോലം മാറി പാസ്റ്ററെ, ഇനി കാലഘട്ടത്തിനനുസരിച്ച് എൻ്റെ മക്കളും ഞാനും മാറിയേ പറ്റൂ. മാറിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ്. പക്ഷേ ആത്മീകത്തിൽ ശോഷണം എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരാനും കൂടെയുള്ളൊരു ആഹ്വാനം ഇന്ന് പകൽ തരികയാണ്. യോർദാൻ കടന്നു പോകുമ്പോൾ യോശുവ പറയുന്നുണ്ട്, ഇവിടെ ഒരു 12 കല്ലെടുത്തിടണം, വലിയ കല്ലുകൾ. എന്തിനാ? അടുത്തൊരു ജനറേഷൻ, യോസെഫിനെ അറിയാത്തൊരു രാജാവ് വന്നെന്ന് പറയുന്നത് പോലെ ഒരു ജനറേഷൻ വരുമ്പോൾ അവർ ഈ കല്ല് കണ്ടേച്ച് ചോദിക്കണം, എന്തിനാ 12 അടക്കിയ കല്ലെന്നല്ല പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ അക്കരെ കടന്നിട്ടുണ്ട്, യോർദാൻ കടന്ന്. അന്നത്തെ കാലത്ത് അത് പിതാക്കന്മാർക്ക് വിശ്വസിക്കുവാൻ പറ്റുമായിരുന്നു, കാരണം ചെങ്കടൽ കടന്നു വന്ന പിതാക്കന്മാരാ. പക്ഷേ കാലഘട്ടം മാറി, ചെങ്കടൽ പിളർന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ മണ്ടത്തരം പറയുന്ന, അപ്പനും അമ്മയാണെന്നും പറയുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആരോട് സംസാരിച്ചപ്പോഴും എന്നോട് പറഞ്ഞൊരു വാദമുണ്ട്, പാസ്റ്ററെ കാലഘട്ടം മാറി. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല മെസ്സേജുകളും കേട്ടു, എന്തിനാ ഈ ഉറക്കപ്പാടുന്ന, എന്തിനാ കൈയടിക്കുന്ന, എന്തിനാ ആത്മനിറവാണെന്നും പറഞ്ഞ് തൊണ്ട കീറുന്നത്, ഇതാണോ ആത്മനിറവെന്ന്? ഞാനൊരു കാര്യം ആത്മാവിൽ വിളിച്ചു പറയാം, പണ്ടത്തെ ജനറേഷന് ചാറ്റ് GPT ഉണ്ടായിരുന്നില്ല, പണ്ടത്തെ ജനറേഷന് വാട്സപ്പ് ഉണ്ടായിരുന്നില്ല, പണ്ടത്തെ ജനറേഷന് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല. അവർക്കാകെ ഉണ്ടായിരുന്ന ബുക്ക് ഇതായിരുന്നു. പക്ഷെ ഇതിനകത്തുള്ള ദൈവിക മർമ്മങ്ങളെ അവർ പാരായണം ചെയ്യുമ്പോൾ അവർക്കകത്ത് വിശ്വാസം വർദ്ധിച്ചിരുന്നു, അവർക്കകത്ത് ദൈവസ്നേഹം വർദ്ധിച്ചിരുന്നു, അവർക്കകത്ത് പ്രത്യാശ വർദ്ധിച്ചിരുന്നു. കർത്താവ് മടങ്ങി വരാൻ സമയമായി. അതുകൊണ്ട് ഞാൻ വിശുദ്ധിയോടെ, വേർപാടോടെ ജീവിക്കണമെന്നുള്ള ഒരു പ്രത്യാശയും വിശ്വാസവും അന്നത്തെ ജനറേഷനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി, ചാറ്റ് GPTയും ആ PTയും ഈ PTയും ഒക്കെ വന്നു. ഇപ്പോൾ മൂല്യച്യുതി വന്ന് ഒരു സ്തോത്രം പറയുവാൻ പോലും കഴിയാത്ത ഒരു ജനറേഷനെ വാർത്തെടുക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചു പറഞ്ഞിരിച്ചത്. ഈ തലമുറകളെ നോക്കി കരയാൻ എത്ര മാതാപിതാക്കളുണ്ട്. പഴയകാലത്തെ ആരാധന എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ വല്യപ്പച്ചനൊക്കെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പെട്രോമാക്സ് കത്തിച്ച്, അല്ലെങ്കിൽ ചൂട്ടുകറ്റ കത്തിച്ചിട്ട്, പണ്ടത്തെ കപ്പങ്ങ മരത്തിനകത്ത് മണ്ണെണ്ണ നിറച്ച് തിരി കത്തിച്ച് അതും കൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് കൺവെൻഷന് പോകും. എന്തിനു വേണ്ടിയ? പ്രസംഗം കേൾക്കാനല്ല, എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന എൻ്റെ അരുമനാഥൻ വരുന്നുണ്ട്. ആ പ്രത്യാശയുടെ തുറമുഖത്ത് എനിക്ക് കാണണമെന്നുള്ള വിശ്വാസവും ആ പ്രത്യാശയും കൊണ്ട് നടക്കുന്നതാച്ചാ.
അന്ന് കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആപ്പിളിന്റെ വാച്ച് ഉണ്ടായിരുന്നില്ല, നൈക്കിന്റെ ഷൂ ഉണ്ടായിരുന്നില്ല. തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും ചേമ്പലയെടുത്ത് തലയ്ക്ക് മുകളിൽ പിടിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കും പറയുവാൻ കഴിയും, ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം അന്നത്തെ അപ്പന്മാർ മുട്ടുമടക്കി തലപ്പായിൽ കടന്ന് ഊരുണ്ടു വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെയും ആരാധിച്ചതിന്റെയും നിലവിളിച്ചതിന്റെയും പരിണിത ഫലമായി ഇവിടെ ഇരിക്കുന്ന സകലവും. നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഒരു ചോദ്യം കൈമാറുകയാ. നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന പ്രത്യാശയും വിശ്വാസവും ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന എനിക്കുണ്ടോ എന്ന്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് ദിവസം കരഞ്ഞത് വിഷയമാണ്. എൻ്റെ വല്യപ്പനൊക്കെ നടന്ന് ദീർഘദൂരം 10 കിലോമീറ്ററും 15 കിലോമീറ്ററും ഒക്കെ നടന്ന് യോഗത്തിന് പോകും. അന്നത്തെ ആരാധനയ്ക്ക് ഇതുപോലെ സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല. എല്ലാവരും കൂടെ ചേർന്ന് കൈയടിച്ച് പാടുമ്പോൾ സ്വർഗം തുറന്നിറങ്ങി വരുന്നിരുന്നു. ഇന്ന് 1000 വാട്ടിന്റെ സൗണ്ട് സിസ്റ്റം വെച്ച് സബിനകത്തോട് ഇടിച്ചു കുത്തി സൗണ്ട് വന്നാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ലെന്ന് പറഞ്ഞ സഭായോഗത്തിന് വന്നിരുന്ന് അലക്ഷ്യത കാണിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അന്നത്തെ കാലഘട്ടത്തിൽ അപ്പന്മാരെ നോക്കി വിഡ്ഢികളെന്ന് വിളിക്കുമോ അതോ എന്നെ നോക്കി വിഡ്ഢി എന്ന് വിളിക്കുമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരുന്ന ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ അപ്പനെ പോലെ എനിക്കാകാൻ കഴിയത്തില്ല. പക്ഷെ എന്നെ ഈ കാലഘട്ടത്തിനകത്ത് എങ്ങനെയാണോ നീ കണ്ടിരിക്കുന്നത് ആ വഴിയിലേക്ക് എന്നെ ഒന്ന് ഡൈവേർട്ട് ചെയ്യണം. ഇന്നലെ സഞ്ചരിച്ചതുപോലെയല്ല, ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നു എന്നല്ല, അതിനെ ഒന്ന് ടേൺ ചെയ്യണം. എനിക്കിന്ന് ഓർമ്മയുണ്ട്, കാടിനകത്തു കൂടെ ഞങ്ങളെയും കൂട്ടി കൊച്ചുമക്കളെയും മക്കളെയൊക്കെ തെളിച്ച്, അന്ന് കൂലിപ്പണിയേ ഉള്ളൂ, കൊണ്ടുവരുന്നതും കൊണ്ടുവന്ന് പട്ടിണിക്ക് പട്ടിണിയൊക്കെയാ. കപ്പയും പുഴുങ്ങി ചമ്മന്തിയും അരച്ചേച്ച് അതും മക്കൾക്ക് കൊടുത്തിട്ട് വിശന്ന വയറുമായിട്ട് അപ്പനും അമ്മയും ആരാധനയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ, മതിയടി, ഇന്ന് എനിക്കൊന്നും വേണ്ട, എൻ്റെ വയറിനകത്ത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക, എൻ്റെ വയർ നിറഞ്ഞ് ബാക്കിയുള്ളത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്ക് എന്നും പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞ് ദൈവത്തോട് യാചിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് അവരുടെ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വരുമായിരുന്നു. അച്ഛാ, ഇന്ന് എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട് കൈക്കകത്ത്. അല്പം പണം മാത്രം കുറവുള്ളൂ. ഇവിടെ വന്നിട്ട് ജീവിത മൂല്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ പ്രത്യാശ? കർത്താവ് വരുമെന്നുള്ള പ്രത്യാശ എത്ര അകത്തളങ്ങളിൽ ഇന്ന് പകലിൽ വ്യാപരിക്കുന്നുണ്ട്. കാലഘട്ടം മാറി, കോലം മാറി, എല്ലാം മാറ്റം മറിഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഇന്നും മാറ്റം വന്നിട്ടില്ല കേട്ടോ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാം. ഫുഡ് നിറയ്ക്കുന്ന കഥയല്ല പറഞ്ഞു കേട്ടോ, ഫുഡ് കഴിക്കുന്ന കഥയല്ല അവിടെ പറഞ്ഞത്. നിന്റെ വായു വിസ്താരത്തിൽ തുറക്കാൻ പറഞ്ഞ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് മുഴുവനുമായി വിട്ടുകൊടുക്ക്. അന്നത്തെ അപ്പന്മാർക്കും മാതാപിതാക്കളുടെ അകത്തും ദൈവസ്നേഹം തുളുമ്പുന്നുണ്ടായിരുന്നു. അന്നത്തെ ഒരു പ്രത്യേകതയായിരുന്നു, അടുത്ത ഞായറാഴ്ച അവൻ വെമ്പലായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഞായറാഴ്ചയായാൽ മതി. എന്തിനാ? ആരാധനയ്ക്ക് പോകാൻ. അന്നത്തെ കാലഘട്ടത്തിനകത്തുണ്ടായിരുന്ന വിശുദ്ധീവിതം ഇന്നുണ്ടോ എന്ന് എനിക്ക് പരിശോധിച്ചാൽ എനിക്കറിയത്തില്ല. അന്നത്തെ കാലഘട്ടത്തിനുണ്ട് അവർക്കുണ്ടായിരുന്ന വിശ്വാസം, പ്രാർത്ഥന, ക്ഷമ, ദയ, പരോപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ആത്മശോധന ചെയ്ത് നന്നായിരിക്കും. ഞാൻ ആരെയും കുറ്റം വിധിക്കാൻ പറയുന്നില്ല, എന്നെ അടക്കം. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഭാഗങ്ങൾ ഇതൊക്കെ.
എന്നവർ പ്രാർത്ഥിച്ചാൽ, ദൈവസഭ ഒരുമിച്ച് ചേർന്നൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ മറുപടികളുണ്ടായിരുന്നു. ഇന്ന് ഒരുമിച്ച് കൂടിയിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭ ഒരു മടങ്ങി വരവിലേക്ക്, ദൈവസഭ ഒരു മടങ്ങി വരവിലേക്ക്, നിന്നെ വിളിച്ചവൻ്റെ വിളിയെ പ്രസാദിപ്പിക്കാനാ. നിങ്ങൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ, NHSൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പോയി വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്കുള്ള പ്രതിഫലം കണ്ടിട്ട് അല്ലേ? വെറുതെ പോയി ആരെങ്കിലും പണിയെടുക്കുന്നവരുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി, ഒരു അംബാസിഡറായി നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സകല മൂല്യത്തെക്കാളും കവിയുന്ന അനുഗ്രഹം നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നെ വിളിച്ച് ഈ ഉദ്യോഗത്തിനാക്കിയിട്ടുള്ളത്. അത് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ വരുവാനുള്ള ലോകത്തിലും ഇവിടെയും നിനക്ക് നന്മ അനുഭവിക്കാൻ കഴിയും. ഒരു പക്ഷേ ഇന്ന് 5000 പൗണ്ട് വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാണത്തില്ലായിരിക്കാം. പക്ഷെ ഒന്നെനിക്ക് പറയാൻ കഴിയും, നിൻ്റെ ആവശ്യങ്ങൾക്കകത്ത് ഇറങ്ങി വന്നിരിക്കും കർത്താവ്. ഞാൻ പലപ്പോഴും ഈ സഭയ്ക്കകത്ത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏറ്റവും അവസാനത്തെ ഒരു കഥ പറയാം. എനിക്ക് 45 പൗണ്ടിൻ്റെ വെറും 45 പൗണ്ടിൻ്റെ ഒരു ആവശ്യമുണ്ട്. ആരോടും പറഞ്ഞിട്ടില്ല. വിസിറ്റിങ്ങിന് പോകുന്ന സമയമാണ്. എനിക്ക് ആ സമയത്ത് ഞാൻ പോയ 2-3 ഭവനങ്ങൾ എനിക്ക് കയ്യിൽ എടുത്ത് വെച്ച് തന്നിട്ട് ഞാൻ വാങ്ങാതെ അവരുടെ കരത്തിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. തിരിച്ചു വന്ന് ഭവനത്തിനകത്ത് വന്നപ്പോഴത്തേനും എനിക്കൊരു ഫോൺ 10 മണിയായി. എന്നെ വിളിച്ചിട്ട് പറയുന്നു, അച്ഛാ എവിടെയാ? വീട്ടിലുണ്ട് പാസ്റ്റർ, ഞാനിവിടെ വരികയാ. വന്നു. എനിക്ക് വേണ്ട 45 പൗണ്ട് കൃത്യമായിട്ട് എൻ്റെ കരുത്തിൽ തന്നയച്ച് പ്രാർത്ഥിച്ചിറങ്ങി. അത് പാസ്റ്റർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ല നിങ്ങൾക്കും കിട്ടും. പാസ്റ്റർക്ക് മാത്രമല്ല, നിങ്ങൾക്കും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അറിയാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വന്നിരിക്കും, ഉറപ്പായിട്ടും. കാരണം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തം നീ ചെന്ന് ഇരക്കുമെന്നല്ല, നീ കൊടുക്കുമെന്ന. ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നീ ഇരന്ന് ജീവിക്കുമെന്നല്ല, പുഷ്ടി പ്രാപിക്കുമെന്ന, നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന. ഇന്ന് പകലിൽ നീ പറയണം, ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന ഞാൻ ഇരക്കുകയല്ല, ഞാൻ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തം അത് ഞെരുക്കമാണെങ്കിലും അത് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ വിശ്വസ്തനായവന. അതുകൊണ്ട് അത് എന്നോട് വചനം എന്നോട് ക്രിയ ചെയ്യപ്പെടും, അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ ഈ ദേശത്ത് കർത്താവ് നമ്മെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങളും പ്ലാനുകളും വ്യക്തമായി എന്നോട് ഇടപെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. എന്നെ വിളിച്ചത് കർത്താവിൻ്റെ വിശ്വസ്തത അനുഭവിക്കുവാന്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാന്. കാഹളം ധ്വനിച്ചാൽ കർത്താവേ എൻ്റെ പേർ അവിടെ കാണുമോ? കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ ചേർക്കുമോ? ഇന്ന് പകലിൽ ആ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? കർത്താവേ, കേവലം കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലി ചെയ്ത് അതിൻ്റെതായ തിരക്കുകൾക്കകത്തുപെട്ട് എവിടെയൊക്കെയോ അങ്ങയുടെ പ്രമാണത്തിൽ നിന്നും മാറിയിട്ടുണ്ട്. ദേശത്ത് എന്നെ വിളിച്ച് വേർതിരിച്ചത് വേറൊരു പ്രവൃത്തിക്ക് വേണ്ടിയാണെങ്കിലും എവിടെയൊക്കെയോ ആത്മീക മൂല്യച്യുതികൾ സംഭവിച്ചിട്ടുണ്ട്, കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ പ്രമാണത്തിൽ ഒന്ന് ഉറച്ചു നിൽപ്പാൻ, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച ഒരു നിമിഷം.